ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സാണ്. ഓർഗാനിക്കിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, വലിയൊരു ചാപ്റ്ററാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓർഗാനിക്കിൽ നമ്മൾ നെയിമിങ് പഠിച്ചു, ഐസോമർസം പഠിച്ചു. ഇനി നമുക്ക് ഓർഗാനിക്കിൽ എന്താ ആക്ച്വലി നടക്കുന്നത്, എന്താ ഈ ഓർഗാനിക്കിൻ്റെ റിയാക്ഷൻസ്, അതിനെപ്പറ്റി ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്താണ് ഓർഗാനിക്കിലെ റിയാക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിയാക്ഷൻസ് എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത്, അതിനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനെ എന്തെങ്കിലുമൊക്കെ ബാധിക്കുമോ, അതിനെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻസിനെ പറ്റിയാണോ നമ്മൾ പഠിക്കുന്നത്? ഒരിക്കലും അല്ല. എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്, അതിനെന്തൊക്കെയുണ്ട്, അത് ഏതൊക്കെ വഴിയാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം പിടിക്കുമ്പോൾ അതിന് ഇന്ന സാധനങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേ കണക്ക് ഓർഗാനിക്കിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, അത് കഴിയുമ്പോൾ ഇന്നത് കിട്ടും, അതിനിടയ്ക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ഓടിച്ച് പറയാൻ പോകും, എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നതെന്നൊക്കെ. എങ്കിലേ നമുക്ക് റിയാക്ഷൻ പറയുമ്പോഴത്തേക്ക് ഇന്നതാണ് അവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഓർഗാനിക്കിൽ ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. സബ്സ്ട്രേറ്റ്, ഇതിനകത്തോട്ട് ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഇൻ്റർമീഡിയറ്റിനെ ഫോം ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് ആണ് പ്രോഡക്റ്റിനെ തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്? അവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കും. ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ആൾ ഒരു പാവമാണ് കേട്ടോ. അയാൾ ആരുമായിട്ട് ഒരു വഴക്കിനും പോകത്തില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ അറ്റാക്കിംഗ് റിയേജൻ ഉണ്ടല്ലോ, എവിടെ ആളുണ്ടോ അവിടെ പോയി തല്ലുകൂടാനാണ് ഈ അറ്റാക്കിംഗ് റിയേജൻ. ചുമ്മാ പോയി അടിച്ചിട്ട് വരും. അപ്പം ഈ അറ്റാക്കിംഗ് റിയേജൻ അങ്ങോട്ട് വന്നിട്ട് സബ്സ്ട്രേറ്റിനകത്തോട്ട് കയറി സബ്സ്ട്രേറ്റിനെ ഇടി തുടങ്ങും. ഇടിച്ചൊരു പരുവാക്കി അത് എന്തായിട്ട് മാറും? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാറും. അതായത് പ്രോഡക്റ്റ് ഫോം ചെയ്തതിന് മുന്നേ ഉള്ള സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ്. ആക്ച്വലി ഈ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഇതിന് സ്ഥിരതയില്ല, പെട്ടെന്ന് നശിച്ചു പോകുന്ന എന്തായിട്ടാണ്? പ്രോഡക്റ്റ് ആയിട്ടാണ്. പക്ഷെ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആണ്. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, ഓർഗാനിക്കിൽ എങ്ങനെ റിയാക്ഷൻ നടക്കുന്ന സബ്സ്ട്രേറ്റ് ഉണ്ട്, പാവം, ഒന്നിനും പോകത്തില്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കത്തേ ഉള്ളൂ. അറ്റാക്കിംഗ് റിയേജൻറ്റ്, ആരെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക, കണ്ണിൽ കാണുന്നവന്മാരെ എല്ലാം അറ്റാക്കിംഗ് റിയേജൻറ്റ് വന്ന് സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് കിട്ടും? ഒരു അൺസ്റ്റേബിൾ ഒരു സാധനം കിട്ടും. അത് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇന്നതാണ് സാധനം, നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കുറേ നേരം അതിനെ പിടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഉണ്ടായാൽ ഉടനെ തന്നെ അത് എന്തായിട്ട് മാറാൻ തുടങ്ങും? പ്രോഡക്റ്റായിട്ട് മാറാൻ തുടങ്ങും. കാരണം അതെന്താ? അൺസ്റ്റേബിൾ, അതിന് സ്ഥിരതയില്ല, അതിനങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഉണ്ടായാൽ ഉടനെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും? പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷെ കാരണം പ്രോഡക്റ്റ് എന്താ? ഇൻ്റർമീഡിയറ്റിനെക്കാട്ടിയും സ്റ്റേബിളാണ് ആരെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയും. ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ എന്താ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞേ. ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അതിനകത്തോട്ട് ആര് വരും? ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരും. സബ്സ്ട്രേറ്റും അറ്റാക്കിംഗ് റിയേജൻറ്റും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാറും. ഈ ഇൻ്റർമീഡിയറ്റ് എന്തിനെ തരും? നമുക്ക് പ്രോഡക്റ്റിനെ തരും. ആ ഇൻ്റർമീഡിയറ്റ് അൺസ്റ്റേബിൾ ആണ്, നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഓർഗാനിക്കിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ട്രേറ്റിനകത്തോട്ട് നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്ന സമയത്ത് ഈ സബ്സ്ട്രേറ്റിനകത്തുള്ള കോവാലൻ്റ് ബോണ്ട് ഉണ്ടല്ലോ, കോവാലൻ്റ് ബോണ്ട്. കാരണം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മിക്കതും ഉള്ളത് കോവാലൻ്റ് ബോണ്ട്സാണ്. അയോണിക് ബോണ്ട് അങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഫോം ചെയ്യാറില്ല. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടാണ് ഫുള്ളും. അതായത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ഫുള്ളും കോവാലൻ്റ് ആണ്. കാരണം കാർബണിന് അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ അയോണിക് കോമ്പൗണ്ട് എന്നറിയാമല്ലോ. അതായത് അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. ഫോർ എക്സാമ്പിൾ Na+ഉം Cl. Na+ന് പോസിറ്റീവ് ചാർജ്, Cl നെഗറ്റീവ് ചാർജ്. ഇവിടെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് NaCl, സോഡിയം ക്ലോറൈഡ്, ഉപ്പ് കിട്ടും. അത് അയോണിക് ബോണ്ടാണ്. കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കോവാലൻ്റ് ബോണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സബ്സ്ട്രേറ്റ് മിക്കപ്പോഴും ഒന്നുമല്ല, സബ്സ്ട്രേറ്റിൻ്റെ കയ്യിലുള്ള ബോണ്ട് ഏതാ? കോവാലൻ്റ് ബോണ്ട്. ഈ കോവാലൻ്റ് ബോണ്ടിലായിരിക്കും ആര് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്? നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്തിട്ട് ആ കോവാലൻ്റ് ബോണ്ടിനെ അങ്ങ് പൊട്ടിക്കും.
കോവാലൻ്റ് ബോണ്ടിനെ പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അവരെന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊരു സബ്സ്ട്രേറ്റ് ഉണ്ട്, പുള്ളിക്കാരൻ പഞ്ചപാവമാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആര് വരും? ദുഷ്ടനായ അറ്റാക്കിംഗ് റിയേജൻറ്റ് വരും. അറ്റാക്ക് ചെയ്ത് എന്തിനെ പൊട്ടിക്കും? കോവാലൻ്റ് ബോണ്ടിനെ പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ആ സബ്സ്ട്രേറ്റിനെ. അറ്റാക്കിംഗ് റിയേജൻ്റ് ഒന്നും പറ്റത്തില്ല. അറ്റാക്കിംഗ് റിയേജൻറ്റ് അതിനകത്തോട്ട് കയറി അറ്റാക്ക് ചെയ്യും. സബ്സ്ട്രേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് എന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് ആരാ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്ന? അറ്റാക്കിംഗ് റിയേജൻറ്റ്. ആരുടെ കോവാലൻ്റ് ബോണ്ട്? സബ്സ്ട്രേറ്റിൻ്റെ. ഇൻ്റർമീഡിയറ്റ് കിട്ടുന്നു. ഇൻ്റർമീഡിയറ്റ് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താലല്ലേ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അപ്പോൾ കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാനിക്കിൽ നടക്കുന്ന റിയാക്ഷൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ബ്രേക്കിംഗ് ഓഫ് കോവാലൻ്റ് ബോണ്ട്. കോവാലൻ്റ് ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഹോമോളിസിസ്. ഹോമോളിസിസ് എന്താ ഈ ഹോമോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, നോക്കിക്കോണേ. എച്ച് അല്ലെങ്കിൽ വേണ്ട, എക്സ്. ഈ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു സബ്സ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കുക. സബ്സ്ട്രേറ്റ് അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സബ്സ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കും. സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റിൻ്റെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമല്ലോ. ഇതാണ് കോവാലൻ്റ് ബോണ്ട്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. അത് ആരാ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്ന? നമ്മളുടെ അറ്റാക്കിംഗ് റിയേജൻറ്റ്. അപ്പം ഹോമോളിസിസ് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലാണ് കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഒന്ന് ഹോമോളിസിസും ഒന്ന് ഹെട്രോളിസിസും. അപ്പോൾ ആദ്യം ഞാൻ ഹോമോളിസിസ് എന്താണെന്ന് പറയാം, അതിനുശേഷം ഹെട്രോളിസിസ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പോവാം. കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ബോണ്ട് കണ്ടോ, ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോണാണുള്ളത്. ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോണാണുള്ളത്. അതിൽ ഒരു ഇലക്ട്രോൺ, ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതാണ്ട് ആ 2 ഇലക്ട്രോണിനെയാണ് ഞാൻ ഈ വരച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ, ഞാൻ എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എ എന്ന് കൊടുക്കുകയാണ്. കാരണം എനിക്കിവിടെ ഇലക്ട്രോൺ എന്ന് അറിയിക്കാൻ എക്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ രണ്ടും ഇലക്ട്രോൺസാണ്. അതിൽ ഈ ഇലക്ട്രോൺ കണ്ടോ, ഈ ഇലക്ട്രോൺ ഈ എ കൊടുത്തതാണ്. അതായത് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ എ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. ഈ എയും ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. രണ്ടുപേരും പരസ്പരം പങ്കെടുക്കണം. കാരണം കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഫോം ചെയ്യുന്ന 2 പേരും ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. അതിൽ ആദ്യത്തെ ആൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും, രണ്ടാമത്തെ ആൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. 2 പേരുടെയും കൂടി ഇലക്ട്രോണും ചേർന്ന് ഒരു ബോണ്ടായിട്ട് മാറും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഹോമോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അതായത് അവരവർ കൊടുത്ത ഇലക്ട്രോണിനെ അവരവർക്ക് തന്നെ തിരിച്ചു കിട്ടും. അവരവർ കൊടുത്ത ഇലക്ട്രോൺസിനെ അവരവർക്ക് തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള ബോണ്ട് ബ്രേക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹോമോളിസിസ്. അവരവരുടെ ഇലക്ട്രോണിനെ അവരവർക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഫ്രീ റാഡിക്കൽ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഫോം ചെയ്യുന്ന ആരാ? ഇൻ്റർമീഡിയറ്റാണ്. അപ്പോൾ ഹോമോളിസിസ് നടന്നാൽ നമുക്ക് ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഏതാ? ഫ്രീ റാഡിക്കൽ. എന്താ ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ്? ഫ്രീ റാഡിക്കൽ. ആ ഇൻ്റർമീഡിയറ്റ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താ ഹോമോളിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോമോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവാലൻ്റ് ബോണ്ട് ഈക്വലായിട്ട് ബ്രേക്ക് ചെയ്യും. എന്താ ഈക്വലായിട്ട് ബ്രേക്ക് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺസ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ ഓരോ ഇലക്ട്രോണിനെ വെച്ച് 2 പേർക്കും കൊടുക്കും. ഓരോ ഇലക്ട്രോണിനെ വെച്ച് 2 പേരും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബോണ്ട് ഫോം ചെയ്യാൻ. കാരണം ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇലക്ട്രോണിനെ വീതം കൊടുക്കും. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ 2 പേർക്കും അവരവരുടെ ഇലക്ട്രോൺസ് തിരിച്ചു കിട്ടും. അതിൻ്റെ ഫലമായിട്ട് എന്താ കിട്ടുന്നത്? ഫ്രീ റാഡിക്കലാണ് കിട്ടുന്നത്.
അപ്പം ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്, ഇതൊരു ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കിങ് കൊടുക്കണമല്ലോ, ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ആൾക്കൊരു മാർക്കിങ് കൊടുക്കില്ലേ, അതേ കണക്ക് ഇൻ്റർമീഡിയറ്റ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മളൊരു മാർക്കിങ്, ഇൻ്റർമീഡിയറ്റിൽ തന്നെ ഫ്രീ റാഡിക്കലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിങ്. ആ മാർക്കിങ് ഇങ്ങനെയാണ്, ഇങ്ങനെ കൊടുക്കും A സ്റ്റാർ അല്ലെങ്കിൽ A ഡോട്ട്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് A ഡോട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ റാഡിക്കൽ, അതൊരു ഫ്രീ റാഡിക്കലാണ്. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കുമല്ലോ, ആ ഇലക്ട്രോൺ തിരിച്ച് കിട്ടുമല്ലോ, ആ കിട്ടുന്ന ഇലക്ട്രോണിനാണ് നമ്മൾ ഡോട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാർ കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കലാണ് എന്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്? ഹോമോളിസിസ്. കോവാലൻ്റ് ബോണ്ടിന് ഹോമോളിസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഫ്രീ റാഡിക്കലായിരിക്കും. എന്താ ഈ ഹോമോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ ഓരോ ഇലക്ട്രോണിനെ പരസ്പരം കൊടുത്തിട്ടാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവരവർ കൊടുത്ത ഇലക്ട്രോൺ അവരവർക്ക് തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെ കിട്ടിയാൽ അയാളെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഏതാണോ നിങ്ങൾ എടുക്കുന്ന എലമെൻറ്റ്, ആ എലമെൻറ്റ് എഴുതിയിട്ട് ഡോട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഹോമോളിസിസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കിട്ടും. ഇൻ്റർമീഡിയറ്റ് ആണ് പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. ഇവിടെ ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഏതാ? ഫ്രീ റാഡിക്കലാണ്. എങ്ങനെയാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന? ഹോമോളിസിസ് നടന്നത്. എന്താ ഹോമോളിസിസ്? ഈക്വലായിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യും, അവരവരുടെ ഇലക്ട്രോണെ അവരവർക്ക് തിരിച്ചു കിട്ടും. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന? ഡോട്ട് അല്ലെങ്കിൽ സ്റ്റാർ വെച്ച്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫ്രീ റാഡിക്കൽ എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഹോമോളിസിസ് എന്ന് പറയുന്ന കാര്യം, അതായത് കോവാലൻ്റ് ബോണ്ട് രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യും, ഹോമോളിസിസും ഹെട്രോളിസിസും. അതിനകത്ത് ഹോമോളിസിസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഹോമോളിസിസ് നടന്നു കഴിഞ്ഞാൽ ഈക്വലായിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യും, അവരവർ കൊടുത്ത ഇലക്ട്രോൺസിനെ അവരവർക്ക് തിരിച്ചു കിട്ടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഫ്രീ റാഡിക്കൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ റാഡിക്കലിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഹോമോളിസിസ് നടന്നാൽ ഫ്രീ റാഡിക്കൽ കിട്ടും എന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നോക്കിക്കോണേ, ഫ്രീ റാഡിക്കലിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഫ്രീ റാഡിക്കലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. അതിനകത്ത് പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നോണേ. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന കാർബണിന്, ഇതാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബൺ. ആ കാർബണിന് ഒരു കാർബണുമായിട്ട് മാത്രമേ ബോണ്ട് ഉള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി. ഇനി ബോണ്ട് ഇല്ലാന്നുണ്ടെങ്കിലും അയാളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി. അപ്പോൾ എന്താ പ്രൈമറി എന്ന് പറഞ്ഞാൽ? ഇപ്പം ആ ഡോട്ട് വരുന്ന കാർബൺ ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുമ്പോൾ ഡോട്ട് വരുമല്ലോ, ആ ഡോട്ട് വരുന്ന കാർബണെ നിങ്ങൾ തൊട്ടിട്ട് ആ കാർബൺ എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ടെന്ന് നോക്കുക. ആരുമായിട്ടും ബന്ധമില്ലെങ്കിൽ പ്രൈമറി, അതായത് അയാൾ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. ഇപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതുന്നു, CH3 ഡോട്ട് എന്ന് എഴുതുന്നു. ഇവിടെ CH3 മാത്രമല്ലേ ഉള്ളൂ, ഒരു കാർബണല്ലേ ഉള്ളൂ, ഈ കാർബൺ വേറെ ആരുമായിട്ടും ബന്ധമില്ലല്ലോ, അപ്പോൾ ഇത് പ്രൈമറി. അഥവാ വേറെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ ഒരാളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ CH2 ഡോട്ട് CH3. ഇത് പ്രൈമറി ആണോ? ആണ്. എങ്ങനെ മനസ്സിലായി? ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബൺ ഇതാണ്. ഈ കാർബണിന് ഒരു കാർബണുമായിട്ട് ബോണ്ട് ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പ്രൈമറി. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബണിന് രണ്ട് കാർബണുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സെക്കൻഡറി. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബണിന് 3 കാർബണുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ടെറിഷറി. ആ കാർബണിന് തന്നെ 3 കാർബണുമായിട്ട് ബന്ധം വേണം, അങ്ങനെയാണെങ്കിൽ ടെറിഷറി. അപ്പോൾ ഫ്രീ റാഡിക്കൽ എത്ര ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 3ആയിട്ട്. ഏതൊക്കെയാ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന കാർബണിന് ആരുമായിട്ടും ബന്ധമില്ല, അല്ലെങ്കിൽ ഒരാളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എങ്കിൽ പ്രൈമറി. 2 പേരുമായിട്ട് ബന്ധമാണെങ്കിൽ സെക്കൻഡറി. 3 പേരുമായിട്ട് ബന്ധമാണെങ്കിൽ ടെറിഷറി. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഈ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറിയിൽ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരിയെങ്കിലും കാണാൻ, അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും നമുക്ക് കുറച്ച് നേരമെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ആൾ പ്രൈമറിയാണ്. ഇയാളെ കുറച്ച് നേരമെങ്കിലും നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോഴത്തേക്ക് പ്രൈമറിയാണ് ഫോം ചെയ്യുന്നത്, നിങ്ങൾ കുറച്ച് നേരമെങ്കിലും അവിടെ കാണും. സെക്കൻഡറി ആണെങ്കിൽ, ടെറിഷറി ആണെങ്കിൽ കാണാനേ പറ്റത്തില്ല, പെട്ടെന്നില്ലാതാവും. പ്രൈമറി ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരമെങ്കിലും കാണാൻ പറ്റും. അതായത്
പ്രൈമറി സെക്കൻഡറി ടെറിഷറിയിൽ ഏറ്റവും സ്റ്റേബിൾ പ്രൈമറിയാണ്. അതിന് കുറച്ച് നേരമെങ്കിലും ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീക്കറിനകത്തോ അല്ലെങ്കിൽ ബക്കറ്റിനകത്തോ അത് കാണും. അതിനെക്കാട്ടിയും സ്റ്റെബിലിറ്റി കുറവാണ് സെക്കൻഡറി, അതിനെക്കാട്ടിയും കുറവാണ് ടെറിഷറി. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആരാ? പ്രൈമറി. അതായത് പ്രൈമറിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ കുറച്ച് നേരം അവിടെ കാണാൻ പറ്റും. സെക്കൻഡറി ആണെങ്കിൽ പ്രൈമറിയുടെ അത്രയും ടൈം കാണാൻ പറ്റില്ല. ടെറിഷറി ആണെങ്കിൽ കാണാനേ പറ്റത്തില്ല, ഫോം ചെയ്ത ഉടനെ പ്രൊഡക്റ്റായിട്ട് മാറും. പക്ഷേ പ്രൈമറി ഫോം ചെയ്ത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടേ പ്രൊഡക്റ്റായിട്ട് മാറത്തും. അതിന് കുറേ കാരണങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അത് പറയണമെങ്കിൽ നമ്മൾ ഡയറക്റ്റിംഗ് എഫക്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഇനി നമുക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫ്രീ റാഡിക്കൽ പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്കത് ഡീറ്റെയിൽ ആക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രൈമറി സെക്കൻഡറി ടെറിഷറി എന്താണെന്ന് മനസ്സിലാക്കുക, ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതലെന്ന് മനസ്സിലാക്കുക. അപ്പം ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോളിസിസ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ. അത് എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ്: പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന കാർബണിന് ആരുമായിട്ടും ബന്ധമില്ല, അല്ലെങ്കിൽ ഒരു കാർബണുമായിട്ട് ബന്ധം, പ്രൈമറി. ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്ന കാർബണിന് 2 കാർബണുമായിട്ട് ബന്ധമാണെങ്കിൽ സെക്കൻഡറി, 3 കാർബണുമായിട്ട് ബന്ധമാണെങ്കിൽ ടെറിഷറി. അതിൽ ആരാ സ്റ്റേബിൾ? പ്രൈമറി ആണ് ഏറ്റവും സ്റ്റേബിൾ, ദെൻ സെക്കൻഡറി, ദെൻ ടെറിഷറി. എക്സാമ്പിൾ നോക്കിക്കോണേ, നിങ്ങൾ പറയണം അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ, നിങ്ങളുടെ ചോയ്സാണ്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെറിഷറി ആണോ നിങ്ങൾ പറയും. ആദ്യം നോക്കുന്നത് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബണാണ്. അതാണ്ട് ഇതാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബൺ. ഈ കാർബണിന് എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ട്? ഈ കാർബണിന് ഈ കാർബണുമായിട്ട് മാത്രമേ ഉള്ളൂ ബന്ധം. ഈ കാർബണിന് ഈ കാർബണുമായിട്ട് ബന്ധമില്ല. ഈ കാർബണിന് ഈ കാർബണുമായിട്ട് ബന്ധമുണ്ട്. ഈ കാർബണിനാണ് ഈ കാർബണുമായിട്ട് ബന്ധം. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരാളുമായിട്ട് മാത്രമേ ഇയാൾക്ക് ബന്ധമുള്ളൂ. അതുകൊണ്ട് പ്രൈമറി ഫ്രീ റാഡിക്കലാണ്. ഇത് നോക്കി, ഇതാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബൺ. ഈ കാർബൺ എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ട്? 1, 2, 3. അപ്പോൾ ഏതാ? ടെറിഷറി. ഇനി ഇവിടെ നോക്കി, ഇതല്ലേ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത കാർബൺ. എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ട്? ഇങ്ങോട്ടൊരാൾ, ഇങ്ങോട്ട്, രണ്ടും ഡയറക്റ്റായിട്ട് ഇതിനോട്ട് അറ്റാച്ച് ചെയ്തേക്കില്ലേ. ഇവിടെ ഡയറക്റ്റായിട്ട് ഒരാൾ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആൾക്കാരെ നോക്കണ്ട. ഇവിടെ ഡയറക്റ്റായിട്ട് 3 പേര് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 പേര്, അപ്പം സെക്കൻഡറി. ഇവിടെ CH3 ഡോട്ട് ആരും അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രൈമറി. ഇതാണ് ഫ്രീ റാഡിക്കൽ. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആരായിരിക്കും? ഇയാളായിരിക്കും ഏറ്റവും സ്റ്റേബിൾ, ഒന്നും അറ്റാച്ച് ചെയ്യാത്ത ആൾ. ഇത് രണ്ടും പ്രൈമറിയാണ്, അപ്പോൾ ഇത് രണ്ടും സ്റ്റേബിളാണ്. അതിൽ രണ്ടിൽ ഒന്നും അറ്റാച്ച് ചെയ്യാത്ത ആളാണ് സ്റ്റേബിൾ. പിന്നെ ഒരാളെങ്കിലും അറ്റാച്ച് ചെയ്ത ആൾ, പിന്നെ 2 പേര് അറ്റാച്ച് ചെയ്ത ആൾ, പിന്നെ 3 പേര് അറ്റാച്ച് ചെയ്ത ആൾ. കേട്ടോ, ഏറ്റവും സ്റ്റേബിൾ ആരും അറ്റാച്ച് ചെയ്യാത്ത പ്രൈമറി ഫ്രീ റാഡിക്കലാണ്. പിന്നെ ഒരാൾ അറ്റാച്ച് ചെയ്ത പ്രൈമറി തന്നെ 2 എണ്ണം ഉണ്ട്. ആരും അറ്റാച്ച് ചെയ്യാത്ത ആൾ, ആരെങ്കിലും അറ്റാച്ച് ചെയ്ത ആൾ, ഒരാളെങ്കിലും അറ്റാച്ച് ചെയ്ത ആൾ. ആരും അറ്റാച്ച് ചെയ്യാത്ത ആളായിരിക്കും സ്റ്റേബിൾ. പിന്നെ ഇയാൾ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെറിഷറി. ഇതാണ് ഫ്രീ റാഡിക്കൽ. ഓക്കെ, നമുക്കിനി ഹെട്രോളിസിസിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെട്രോളിസിസിനെ പറ്റിയാണ്. അപ്പോൾ 2 ടൈപ്പ് ബോണ്ട് ബ്രേക്കിംഗ് ആണെങ്കിൽ ഹോമോളിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെട്രോളിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഹെട്രോളിസിസ് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഹെട്രോളിസിസ് ആണ്. അതിൽ ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടായിരിക്കും. ഓർഗാനിക് കോമ്പൗണ്ട് ഇതിനകത്തോട്ട് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ അറ്റാച്ച് ചെയ്യും. ഇലക്ട്രോ നെഗറ്റീവ് ഇവർക്കിടയിലായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ XX എന്ന് എഴുതിയില്ലേ, ഈ സെയിം കാര്യം തന്നെ. പക്ഷേ ഇത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ഓർഗാനിക് എന്ന കാർബണിൻ്റെ കോമ്പൗണ്ട് ആയിരിക്കും. ഈ X എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കും. ടൈപ്പ് 2 ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് 2 ആണെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടും പിന്നെ ഇപ്പുറത്ത് വരുന്ന ആൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇങ്ങനെ 2 ടൈപ്പാണുള്ളത്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ, ഓർഗാനിക് കോമ്പൗണ്ട് കാർബണിൻ്റെ കൂടെ ഒരു കാർബണിൻ്റെ ഏറ്റവും അറ്റത്ത് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ, കാർബണിൻ്റെ ഏറ്റവും അറ്റത്ത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ. ഇതേ ഉള്ളൂ. ഈ കേസിലാണ് നമ്മൾ ഹെട്രോളിസിസ് പറയുന്നത്. ഹെട്രോളിസിസും ബോണ്ട് ബ്രേക്ക് ചെയ്യുക തന്നെയാണ്, പക്ഷേ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ്. അതാണ് മീനിങ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസ് ആണെങ്കിൽ ഞാൻ CH3Cl എന്ന എക്സാമ്പിൾ എഴുതും. CH3Cl എന്താ? CH3Cl എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഇത് ഓർഗാനിക് കോമ്പൗണ്ട്, ഇത് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ട് അവർക്കിടയിലൊരു ബോണ്ട്. ഇതാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ഞാൻ CH3Na എന്ന് വിചാരിക്കും, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾ. അപ്പം ഇതിനകത്ത് ഇത് ഓർഗാനിക് കോമ്പൗണ്ട്, ഇത് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്.
ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറ്ററോളിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോണ്ട് ബ്രേക്കിംഗ് ആണ്. ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഹോമോളിസിസിൽ പറഞ്ഞ കണക്കല്ല, അതിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. ശ്രദ്ധിച്ചോണേ, ഇവിടെ 2 ഇലക്ട്രോൺ വീതമുണ്ട്. ഒരു ഇലക്ട്രോൺ ഈ CH3 കൊടുത്തതും ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിൻ കൊടുത്തതുമാണ്. ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ഒരു ഇലക്ട്രോൺ ഈ CH3 കൊടുത്തതും ഒരു ഇലക്ട്രോൺ Na കൊടുത്തതുമാണ്. ടൈപ്പ് 1 ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ബോണ്ടിലിരിക്കുന്ന എല്ലാ ഇലക്ട്രോണുകളും പിടിച്ച് അടുത്തോട്ടും വെക്കും. ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം CH3 കൊടുത്ത ഇലക്ട്രോണിനെയും കൂടെ പിടിച്ച് തൻ്റെ അടുത്തോട്ടങ്ങ് വെക്കും. CH3 കൊടുത്ത ഇലക്ട്രോണിനെയും കൂടെ പിടിച്ച് തൻ്റെ അടുത്തോട്ടങ്ങ് വെക്കും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഇല്ലേ, ഈ ഇലക്ട്രോൺ കുറച്ച് നീങ്ങി ഇവിടെ വന്നിരിക്കും. കാരണം എന്താ, 2 ഇലക്ട്രോണും ക്ലോറിൻ്റെ അടുത്തോട്ട് ചെന്ന് നിൽക്കും. കാരണം എന്താ, ക്ലോറിൻ നമ്മളുടെ CH3യെ കാട്ടിയും ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പം ആ ഇലക്ട്രോണിനെല്ലാം കൂടെ പിടിച്ച് അടുത്തോട്ട് വെക്കും. അതേസമയം ഇവിടെ Na എന്ന് പറഞ്ഞ ഇലക്ട്രോ പോസിറ്റീവാണ്. Nക്ക് ഇലക്ട്രോണിനെ വേണ്ട. Na എന്ത് ചെയ്യും, തൻ്റെ ഇലക്ട്രോണിനെ കൂടെ CH3ക്കോട്ട് കൊടുക്കും. അപ്പം ഈ ഇലക്ട്രോൺ ഇവിടുന്ന് നീങ്ങി CH3യുടെ അടുത്തോട്ട് വന്ന് നിൽക്കും. രണ്ടും നമ്മളെ ഡിഫറൻസ് മനസ്സിലാക്കിക്കോണേ. ഹെറ്ററോളിസിസ് 2 ടൈപ്പുണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2. ടൈപ്പ് 1 നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അയാൾ ആ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് കൊടുത്ത ഇലക്ട്രോണിനെയും കൂടെ തൻ്റെ അടുത്തോട്ട് പിടിച്ചു വെക്കും. ടൈപ്പ് 2 ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് ഇലക്ട്രോണിനെ മേടിക്കാൻ ഇഷ്ടമല്ല, അയാൾക്ക് ഇലക്ട്രോണിനെ കൊടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ തൻ്റെ ഇലക്ട്രോണിനെയും കൂടെ CH3 അടുത്തോട്ട് കൊടുക്കും. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഈ ഓർഗാനിക് കോമ്പൗണ്ട് കൊടുത്ത ഇലക്ട്രോൺ ക്ലോറിൻ്റെ കൂടെ അങ്ങ് പോകും. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിനെയും കൂടെ കൊണ്ടുപോകും. അപ്പം ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ടിന് തൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ആ ഇലക്ട്രോണെ ആര് കൊണ്ടുപോയി, ക്ലോറിൻ കൊണ്ടുപോയി. തൻ്റെ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടുകൊണ്ട് ഓർഗാനിക് കോമ്പൗണ്ടിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. നഷ്ടപ്പെട്ടുകൊണ്ട് ഇലക്ട്രോൺ കയ്യിൽ നിന്ന് പോയില്ല. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് പോകാമെന്നാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ടിന് സോഡിയത്തിന് ഇലക്ട്രോണിനെയും കൂടെ കിട്ടി. അപ്പോൾ ഏത് ചാർജ് വരും, നെഗറ്റീവ് ചാർജ് വരും. കണ്ടോ? അപ്പോൾ ഹെറ്ററോളിസിസ് നടക്കുന്നെങ്കിൽ നമുക്ക് 2 ചാർജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ ചാർജ് ചെയ്താൽ പോസിറ്റീവ് ചാർജ്, രണ്ടാമത്തെ ചാർജ് ചെയ്താൽ നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് വരുന്ന ഇൻ്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് കാർബോ. ഇത് ഇൻ്റർമീഡിയറ്റ് ആണ് കേട്ടോ, ഇയാളാണ് പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അത് അറിയാമല്ലോ നമുക്ക്. കാരണം കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല ഇൻ്റർമീഡിയറ്റാണ്. കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ഏതാ, കാർബോ കാറ്റയോൺ. നെഗറ്റീവ് ചാർജ് വരുന്ന ഇൻ്റർമീഡിയറ്റിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. അപ്പോൾ പറഞ്ഞത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമുക്ക് ഹെറ്ററോളിസിസ് 2 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 ടൈപ്പ് 2 ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ഏത് വേണമെങ്കിലും ടൈപ്പ് 1 ആകാം, ഏത് വേണമെങ്കിലും ടൈപ്പ് 2 ആകട്ടെ. അല്ലാതെ ഇത് തന്നെയാണ് ടൈപ്പ് 1, ഇത് തന്നെയാണ് ടൈപ്പ് 2 എന്ന് പഠിച്ചു വെക്കല്ലേ. നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി 2 ഒരുമിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഓർഗാനിക് കോമ്പൗണ്ടിനോട് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ അറ്റാച്ച് ചെയ്യുന്നതും ഓർഗാനിക് കോമ്പൗണ്ടിനോട് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾ അറ്റാച്ച് ചെയ്യുന്നത്. ഇലക്ട്രോ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് കൊടുത്ത ഇലക്ട്രോണിനെയും കൂടെ തൻ്റെ അടുത്തോട്ട് പിടിച്ചു വെക്കും. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിന് തൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടും. കാരണം മറ്റേയാളും കൊണ്ടുപോകും. കാരണം മറ്റേയാളുടെ അടുത്തോട്ട് ഇരിക്കുക. അപ്പോൾ നടുക്ക് വെച്ച് പൊട്ടുമ്പോഴത്തേക്ക് Cl ഇലക്ട്രോണിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവും കൊണ്ടുപോകും. അതുവഴി ഇയാൾക്കൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം ഇലക്ട്രോൺ നഷ്ടപ്പെടുകയല്ലേ, പോസിറ്റീവ് ചാർജ് കിട്ടും. ഇൻ്റർമീഡിയറ്റിൻ്റെ പേര് കാർബോ കാറ്റയോൺ. ഇവിടെ ആണെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് കൂടെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് ഇലക്ട്രോണിന് ഇഷ്ടമല്ല, അങ്ങോട്ട് കൊടുക്കാൻ ഇഷ്ടം. ഇലക്ട്രോണിനെ കൊണ്ടുപോകത്തേയില്ല, എല്ലാവർക്കും ഇലക്ട്രോണിനെ കൊടുത്തിട്ട് പോകും. അപ്പോൾ ഈ സോഡിയം ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ആ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ട് ഇലക്ട്രോണിനെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലോട്ട് കൊടുക്കും. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഇലക്ട്രോണിനെ കിട്ടും. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഓർഗാനിക് കോമ്പൗണ്ടിന് കിട്ടും. അതുകൊണ്ട് നെഗറ്റീവ് ചാർജ് വരും. അതിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. അപ്പോൾ കാർബോ കാറ്റയോണും കാർബാനയോൺ. ഓക്കെ, അപ്പം നമുക്ക് ഹെറ്ററോളിസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് കോമ്പൗണ്ടിനെ കിട്ടും. ഒന്നാമത്തെ കോമ്പൗണ്ട് കാർബോ കാറ്റയോണും രണ്ടാമത്തെ കോമ്പൗണ്ട് കാർബാനയോൺ. അപ്പോൾ ഏത് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ കാർബോ കാറ്റയോൺ കിട്ടുന്നത്, ഏത് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് കാർബാനയോൺ കിട്ടുന്നത്, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കാർബോ കാറ്റയോൺ എന്നാൽ പോസിറ്റീവ് ചാർജ്. അപ്പം അയാളുടെ കയ്യിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ പോകണമെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ വേണം ഉണ്ടാവാൻ. കാർബാനയോൺ ആണെങ്കിൽ പുള്ളിക്കാരന് നെഗറ്റീവ് ചാർജ് വരണം. നെഗറ്റീവ് ചാർജിന് ഇലക്ട്രോണിനെ കൊടുത്തിട്ട് പോകുന്ന ആരെങ്കിലും ആയിരിക്കണം. അതാരാ, ഇലക്ട്രോ പോസിറ്റീവ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താ, പ്രൈമറി സെക്കൻഡറി ടെറിഷറി. അതേ കണക്ക് ഇവർക്കും പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറി സെയിം തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോട്ട് അറ്റാച്ച് ചെയ്യുന്ന ആളുമായിട്ട് ആരെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി, ആരും അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രൈമറി, ഒരാൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രൈമറി.
2 പേർ അറ്റാച്ച് ചെയ്താൽ സെക്കൻഡറി, 3 പേർ അറ്റാച്ച് ചെയ്താൽ ടെർഷറി. അതേ കണക്ക് തന്നെ പോസിറ്റീവുമായിട്ട് ആരും അറ്റാച്ച് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും പ്രൈമറി, ഒരാൾ അറ്റാച്ച് ചെയ്താലും പ്രൈമറി. പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ കൂടെ 2 പേർ അറ്റാച്ച് ചെയ്താൽ സെക്കൻഡറി, 3 പേർ അറ്റാച്ച് ചെയ്താൽ ടെർഷറി. നെഗറ്റീവ് ചാർജിനോട് ആരും അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ പ്രൈമറി, ഒരാൾ അറ്റാച്ച് ചെയ്താലും പ്രൈമറി. 2 പേർ അറ്റാച്ച് ചെയ്താൽ സെക്കൻഡറി, 3 പേർ അറ്റാച്ച് ചെയ്താൽ ടെർഷറി. അതായത് പ്രൈമറി, സെക്കൻഡ്, ടെർഷറി എല്ലാവർക്കും സെയിം. ഇനി സ്റ്റെബിലിറ്റി പറയുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. സ്റ്റെബിലിറ്റി പറയുമ്പോൾ ഇവിടെ ടെർഷറിയാണ് ഏറ്റവും സ്റ്റേബിൾ, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. നമ്മൾ നേരത്തെ ഫ്രീ റാഡിക്കലിൽ എന്താ പറഞ്ഞത്? പ്രൈമറിയാണ് സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. പക്ഷേ ഇവിടെയോ ടെർഷറിയാണ് സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. ഇവിടെയോ ഇവിടെ നമ്മുടെ ഫ്രീ റാഡിക്കലിൻ്റെ കണക്ക് തന്നെ, പ്രൈമറിയാണ് സ്റ്റേബിൾ, ദെൻ സെക്കൻഡറി, ദെൻ ടെർഷറി. തിരിഞ്ഞു പോരും. ഫ്രീ റാഡിക്കലിൽ പ്രൈമറിയാണ് സ്റ്റേബിൾ, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. അതായത് പ്രൈമറിയെ നമുക്ക് കാണാൻ പറ്റും, സെക്കൻഡറിയെയും കുറച്ച് കാണാൻ പറ്റും, ടെർഷറി ഒട്ടും കാണാൻ പറ്റത്തില്ല. എന്നാൽ ടൈപ്പ്, അതായത് നമ്മളുടെ കാർബോ കാറ്റയോൺ നമുക്ക് ടെർഷറിയെ കാണാൻ പറ്റും, സെക്കൻഡറിയെ കാണാൻ പറ്റില്ല, പ്രൈമറി ഒട്ടും കാണാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ കാർബാനയോൺ നമ്മുടെ ഫ്രീ റാഡിക്കലിനെ കണക്കാം, പുള്ളിക്കാരിലും പ്രൈമറിയെ കാണാൻ പറ്റും, സെക്കൻഡറിയെ കാണാൻ ചാൻസ് കുറവാണ്, ടെർഷറി ഒട്ടും കാണാൻ പറ്റത്തില്ല. അപ്പം 3 ടൈപ്പ് ഇൻ്റർമീഡിയറ്റ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്, പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക. അതിൽ 2 ടൈപ്പ് കോവാലൻ്റ് ബോണ്ട് ബ്രേക്കിംഗ് ആണുള്ളത്. ഒന്നാമത്തേത് ഹോമോളിസിസും അതിൻ്റെ ഫലമായിട്ട് ഫ്രീ റാഡിക്കൽ കിട്ടും. ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? പ്രൈമറിയാണ് സ്റ്റേബിൾ, ദെൻ സെക്കൻഡറി, ദെൻ ടെർഷറി. ദെൻ രണ്ടാമത്തത് നമ്മൾ പറയുന്നത് ഹെട്രോളിസിസ് ആണ്. ഹെട്രോളിസിസ് 2 ടൈപ്പ് ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് കൂടെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളും ഓർഗാനിക് കോമ്പൗണ്ട് കൂടെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളും. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ കാർബോ കാറ്റയോൺ കിട്ടും, ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആണെങ്കിൽ കാർബാനിയോൺ കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. പോസിറ്റീവ് ചാർജ് കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ടെർഷറിയാണ് സ്റ്റേബിൾ, സെക്കൻഡറി, പ്രൈമറി. കാർബോ കാറ്റയോൺ മാത്രമേ ഉള്ളൂ വേറെ പോലെ സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. കാർബോ അനയോണും ഫ്രീ റാഡിക്കലും ഒരേ കണക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇൻ്റർമീഡിയറ്റ്സ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ പ്രൈമറി, സെക്കൻഡ്, ടെർഷറി വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. പ്രൈമറിക്കും സെക്കൻഡറിക്കും ടെർഷറിക്കും ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ടെർഷറി ആയാലും നമുക്ക് നോക്കാം. പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തേക്കുന്ന കാർബൺ ഇതാണ്. ഇയാൾക്ക് ആരെങ്കിലുമായിട്ടും ബന്ധമുണ്ടോ? ആരുമായിട്ടും ബന്ധമില്ല എന്നുണ്ടെങ്കിലും പ്രൈമറിയാണ്. ഒരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും പ്രൈമറിയാണ്. പോസിറ്റീവ് ചാർജ് ഫോം ചെയ്തേക്കുന്ന കാർബൺ എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ട്? 2 കാർബണുമായിട്ട് ബന്ധമുണ്ട്, സോ സെക്കൻഡറി. പോസിറ്റീവ് ചാർജ് ഫോം ചെയ്ത കാർബൺ എത്ര കാർബണുമായിട്ട് ബന്ധമുണ്ട്? 3 കാർബണാണ്, സോ ടെർഷറി. സോ പ്രൈമറി ആയി, സെക്കൻഡറി ആയി, ടെർഷറി. ഓക്കെ, അപ്പം ഇതാണ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സബ്സ്ട്രേറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സബ്സ്ട്രേറ്റിനകത്തൊരു അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് സബ്സ്ട്രേറ്റിൻ്റെ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കോവാലൻ്റ് ബോണ്ട് 2 രീതിയിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഒന്ന് ഹോമോളിസിസും, രണ്ടാമത്തത് ഹെട്രോളിസിസും. ഹോമോളിസിസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റിനെ കിട്ടും, അത് പിന്നെ പ്രൊഡക്റ്റ് ആയിട്ട് മാറിക്കോളും. ദെൻ ഹെട്രോളിസിസ് ആണെങ്കിൽ നമുക്ക് 2 ഇൻ്റർമീഡിയറ്റിനെ കിട്ടും, ഒന്ന് കാർബോ കാറ്റയോണും വേറൊന്ന് കാർബാനയോണും. കാർബോ കാറ്റയോൺ കിട്ടുന്നത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കൂടെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ അറ്റാച്ച് ചെയ്യുമ്പോൾ കാർബോ കാറ്റയോൺ പോസിറ്റീവ് ചാർജ് കിട്ടും. കാരണം അയാൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഇലക്ട്രോണിനെ കൂടെ കൊണ്ടായിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. എന്നാൽ കാർബാനയോൺ കിട്ടണമെങ്കിൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളായിരിക്കണം. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനോട് താല്പര്യമില്ല, ഇലക്ട്രോണിനെ കളയാനാണ് ഇഷ്ടം. അപ്പം പുള്ളിക്കാരൻ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഇലക്ട്രോണിനെ കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടും, അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിന് നെഗറ്റീവ് ചാർജ് വരും. അതിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. സ്റ്റെബിലിറ്റിയുടെ ഓർഡറും കൂടെ പഠിച്ചു വെച്ചേക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സബ്സ്ട്രേറ്റ് അല്ലാതെ വേറൊരാളും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ റിയാക്ഷൻ, അത് സബ്സ്ട്രേറ്റ് അല്ലാതെ അറ്റാക്കിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യുന്ന ആൾ എത്ര ടൈപ്പ് ഉണ്ട്, അതെന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റാക്കിംഗ് റിയേജൻസിനെ പറ്റിയാണ്. അറ്റാക്ക് ചെയ്യുന്ന ആൾ, അതിനെ വിളിക്കുന്ന പേരാണ് ഈ അറ്റാക്കിംഗ് റിയേജൻസ്. അപ്പം ഈ അറ്റാക്കിംഗ് റിയേജൻസ് 2 ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് ഒരുമിച്ച് അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ആളെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോഫൈൽ. കാരണം ഇയാൾ വന്ന് അറ്റാക്ക് ചെയ്താലല്ലേ ബോണ്ട് ബ്രേക്ക് ചെയ്തോളൂ. ന്യൂക്ലിയോഫൈലും. രണ്ടാമത്തെ ആളെ വിളിക്കുന്ന പേര് ഇലക്ട്രോഫൈലും. ന്യൂക്ലിയോഫൈലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ N സ്മാൾ u മൈനസ്, ഇതാണ് ന്യൂക്ലിയോഫൈൽ. ഇലക്ട്രോഫൈലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ E. ഞാൻ E എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ E ആണ്, ക്യാപിറ്റൽ E ആണ് പ്ലസ്. ഞാൻ E എഴുതുന്നത് അങ്ങനെയാണ്, അത് വേറെ സിമ്പിളൊന്നുമല്ല, എൻ്റെ E അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, നിങ്ങൾ E എഴുതിയാൽ മതി. E എന്നാണ് നമ്മൾ എഴുതുന്നത്, E പ്ലസ്, ഇലക്ട്രോഫൈൽ. അപ്പം
നമ്മൾ പറഞ്ഞു നമുക്ക് സബ്സ്ട്രേറ്റ് ഉണ്ട്, സബ്സ്ട്രേറ്റിനകത്തോട്ട് നമ്മളുടെ അറ്റാക്കിംഗ് റേഞ്ച് വന്ന് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇൻ്റർമീഡിയറ്റിനെ കിട്ടും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഇൻ്റർമീഡിയറ്റിനെ കിട്ടും, എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി വരുന്ന അറ്റാക്കിംഗ് റിയേജൻ്റ് ആരാണ്? അവിടെ 2 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ആൾ ന്യൂക്ലിയോഫൈൽ, രണ്ടാമത്തെ ആൾ ഇലക്ട്രോഫൈൽ. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ന്യൂക്ലിയസ് ലവിങ്. ന്യൂക്ലിയോഫൈൽ മീൻസ് ന്യൂക്ലിയസ് ലവിങ്. ഇലക്ട്രോഫൈൽ മീൻസ് ഇലക്ട്രോൺ ലവിങ്. ന്യൂക്ലിയോഫൈൽ ന്യൂക്ലിയസ് ലവിങ്ങും ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനടുത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. എവിടെ ന്യൂക്ലിയസിനെ കണ്ടാലും ഓടിപ്പോയി കെട്ടിപ്പിടിക്കും, എവിടെ കണ്ടാലും. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും ന്യൂക്ലിയോഫൈലിന് ആരോട്? ന്യൂക്ലിയസിനോട്. ന്യൂക്ലിയസിന് എന്ത് ചാർജാ? ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ന്യൂക്ലിയസിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജായി എന്തായിരിക്കണം? നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. ആർക്ക്? നമ്മളുടെ ന്യൂക്ലിയോഫൈലിന്. അതാണ് ന്യൂക്ലിയോഫൈലിൻ്റെ മുകളിൽ മൈനസ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് വരാൻ കാരണം? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാരാണ്. ന്യൂക്ലിയസ് ലവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് ചാർജ് ആയിരിക്കണം? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലല്ലേ അട്രാക്ഷൻ. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ന്യൂക്ലിയോഫൈൽസ് ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജായി നെഗറ്റീവ് ചാർജ് വരണം. അപ്പോൾ ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവ് ചെയ്യുന്ന ആൾക്കാർ. ന്യൂക്ലിയസ് ലവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, അപ്പോൾ അയാൾക്ക് എന്ത് ചാർജ് ആയിരിക്കണം? നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇലക്ട്രോണിന് എന്ത് ചാർജാ? ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രോൺ ലവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചാർജ് ആയിരിക്കണം? പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. പോസിറ്റീവ് ചാർജ്. അപ്പോൾ 2 പേരാ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ന്യൂക്ലിയോഫൈൽസും ഇലക്ട്രോഫൈൽസും. അറ്റാക്ക് ചെയ്യാൻ വരുന്ന റിയേജന്റ്. ഇവരെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. എത്ര രീതിയിൽ? ഹോമോളിസിസും ഹെട്രോളിസിസും ആയിട്ട്. അത് പിന്നാണ്. അപ്പം 2 ആൾക്കാരാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഒന്നാമത്തെ ആൾക്കാർ ന്യൂക്ലിയോഫൈൽ, രണ്ടാമത്തെ ആൾക്കാർ ഇലക്ട്രോഫൈൽ. എല്ലാ നെഗറ്റീവ് ചാർജ് വരുന്ന ആൾക്കാരും ന്യൂക്ലിയോഫൈലാണ്. ഫോർ എക്സാമ്പിൾ OH മൈനസ്, ഇത് ന്യൂക്ലിയോഫൈലാണ്. F മൈനസ്, Cl മൈനസ്, Br മൈനസ്, ഇവരെല്ലാം ന്യൂക്ലിയോഫൈലാണ്. കാരണം എല്ലാവർക്കും നെഗറ്റീവ് ചാർജ്. Na പ്ലസ്, K പ്ലസ്, ഈ പോസിറ്റീവ് ചാർജ് വരുന്നവരെല്ലാം എന്താ? ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇങ്ങനെ പഠിച്ചാൽ മതി. ന്യൂക്ലിയോഫൈൽ ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ്, അപ്പോൾ നെഗറ്റീവ് ചാർജ്. അപ്പം അയാൾക്ക് നെഗറ്റീവ് ചാർജാണ്, അയാൾ പോസിറ്റീവ് ചാർജിലേക്ക് പോയി അറ്റാച്ച് ചെയ്തോളൂ. ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഇയാൾക്ക് പോസിറ്റീവ്. അപ്പോൾ ഇയാൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ ഇയാൾ പോയി അറ്റാച്ച് ചെയ്യുന്ന എല്ലാം നെഗറ്റീവ് ചാർജുള്ള സ്ഥലങ്ങളിലായിരിക്കും. കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് എഫക്ട്സ് ആണ്. നമ്മളിപ്പം എന്താണ് റിയാക്ഷൻ, എന്താണ് നടക്കുന്നത്, എന്താണ് ഇൻ്റർമീഡിയറ്റ് കിട്ടുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എഫക്ട്സ് ആണ്. അതായത് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റിൽ ചെറിയ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നിട്ടാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അതെങ്ങനെയാണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് പ്രോഡക്റ്റ് നമ്മളിപ്പം സബ്സ്ട്രേറ്റ് എടുത്തു, അറ്റാക്കിംഗ് റിയേജൻ്റ് എടുത്തു, ഇവർ തമ്മിൽ അറ്റാക്ക് നടന്നു, ഇൻ്റർമീഡിയറ്റ് കിട്ടി. ഇനി ഇത് പ്രോഡക്റ്റ് ആയിട്ട് മാറണം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് കുറേ എഫക്റ്റ് ഒക്കെ അതിനെ ബാധിക്കും. ആ എഫക്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിനെ ബാധിക്കുന്നത്, അതൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ക്ലിയർ ആയിട്ട് വീഡിയോ കാണുക, നല്ല രീതിയിൽ പഠിക്കുക, നോട്ട്സൊക്കെ അപ്പോൾ തന്നെ എഴുതി പോവുക, ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, മാക്സിമം കമൻറ്റ്സ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.